എടാ, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗിൽ ഇനി നെക്സ്റ്റ് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എന്ത്? ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. എന്താണ്? ഇൻകം സ്റ്റേറ്റ്മെന്റ്. എല്ലാം നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, നിങ്ങളുടെ നോട്ട്ബുക്കിൽ എല്ലാം നോട്ട് ചെയ്ത് വെക്കുക. സോ ഇൻകം സ്റ്റേറ്റ്മെന്റ് ആണ് നോക്കുന്നത്. ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്തിനാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഏണിംഗ് പെർ ഷെയർ, അതായത് EPS ഉണ്ട്. ഏണിംഗ് പെർ ഷെയർ. ഒരു ഷെയറിൽ നിന്ന് കിട്ടുന്ന ഏണിങ്സ് എത്രയാണ് എന്നതാണ് എന്ത്? EPS എന്ന് പറയുന്നത്. ഏണിംഗ് പെർ ഷെയർ, ഒരു ഷെയറിൽ നിന്ന് എത്ര ഏണിങ്സ് ഉണ്ടാക്കി. ഓക്കെ, അത് കണ്ടുപിടിക്കാനുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഭയങ്കര സിമ്പിൾ ആണ്. FM-ല് എല്ലാ ചാപ്റ്ററിലും ആപ്ലിക്കബിളും കൂടിയാണിത്. അപ്പൊ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഈ സാധനം എന്താണ്? ഇനി ഞാൻ റിപ്പീറ്റ് ചെയ്യില്ല, ഓരോ ചാപ്റ്ററിലും ഇതുണ്ട്. ഓക്കെ, നേരെ പ്രോബ്ലത്തിലോട്ടായിരിക്കും ഇൻകം സ്റ്റേറ്റ്മെന്റ് പോകാൻ പോകുന്നത്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ ചെയ്യേണ്ട കാര്യം, സെയിൽസ് ഉണ്ടാവും. ഓക്കെ, സെയിൽസ് എന്താ? നമ്മൾ സെയിൽ ചെയ്ത എമൗണ്ട്, അതായത് നമ്മൾ എന്തെങ്കിലും വിറ്റിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ടിനെ സെയിൽസ് എന്ന് പറയും. സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറക്കണം. വേരിയബിൾ കോസ്റ്റ് എന്താന്നൊക്കെ എന്തിൽ പഠിച്ചിട്ടുണ്ടാവും? കോസ്റ്റിങ്ങിൽ പഠിച്ചിട്ടുണ്ടാവും. എങ്കിലും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ ഒരു യൂണിറ്റ് ഒരു യൂണിറ്റ് ഫോൺ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് 10,000 രൂപ ചെലവ് വരുന്നുണ്ട്. അപ്പോൾ 2 യൂണിറ്റ് ഫോൺ ഉണ്ടാക്കാൻ വേണ്ടി എത്ര വരും? 10,000 × 2 20,000 രൂപ വരും. 3 യൂണിറ്റ് ഫോൺ ഉണ്ടാക്കാൻ വേണ്ടി എത്ര ചെലവ് വരും? 30,000 രൂപ ചെലവ് വരും. ഓരോ യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനനുസരിച്ചും നമ്മുടെ കോസ്റ്റ് വേരി ചെയ്യുന്നുണ്ട്, ഡിഫറൻസ് വരുന്നുണ്ട്, ചേഞ്ച് വരുന്നുണ്ട്. ഓരോ യൂണിറ്റ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ കോസ്റ്റിൽ എന്താ വേരിയൻസ് വരും. അങ്ങനെയുള്ള ആ വേരിയൻസ് വരുന്ന കോസ്റ്റ്, ഡിഫറൻസ് വരുന്ന കോസ്റ്റുകളെ നമുക്ക് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയാൻ സാധിക്കും. ഇത് ഇനി വേറൊരു കേസ്. ഓക്കെ, വേറൊരു കേസ് ഇപ്പില്ല, പറയാം. സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് കോൺട്രിബ്യൂഷൻ ആയിരിക്കും. ഓക്കെ, ഇനി ഇതിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ് കുറക്കണം. FC എന്ന് പറഞ്ഞാൽ ഫിക്സഡ് കോസ്റ്റ്, VC എന്ന് പറയുന്നത് വേരിയബിൾ കോസ്റ്റ്. എന്താണ് ഫിക്സഡ് കോസ്റ്റ്? നിങ്ങൾ ഒരു ഫാക്ടറി നിങ്ങൾ റെന്റ് എടുത്തിട്ടുണ്ട് ഫോണിന്റെ പ്രൊഡക്ഷൻ നടത്താൻ. ഫോണിന്റെ പ്രൊഡക്ഷൻ ആണ് നിങ്ങൾ നടത്തുന്നത്. ഓക്കെ, ഫോൺ പ്രൊഡക്ഷൻ ആണ് നിങ്ങൾ നടത്തുന്നത്. ഫാക്ടറി റെന്റ് എടുത്തിട്ടുണ്ട്. 1 മന്തിലെ വാടക എന്ന് പറയുന്നത് 10,000 രൂപയാണ്. ഓക്കെ, നിങ്ങൾ ഒരു മാസം പ്രൊഡ്യൂസ് ചെയ്തത്, ഫസ്റ്റ് മാസം നിങ്ങൾ റെന്റ് എടുത്തിട്ട് ആദ്യത്തെ മാസം പ്രൊഡ്യൂസ് ചെയ്തത് 1000 ഫോണാണ് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തത്. നിങ്ങൾക്ക് എത്ര റെന്റ് വരും? 10,000 തന്നെയല്ലേ ആ മാസം നിങ്ങൾ കൊടുക്കേണ്ട റെന്റ്. ഓക്കെ, ഇനി സെക്കൻഡ് മന്ത് ആയപ്പോൾ, രണ്ടാമത്തെ മാസം നിങ്ങൾ 2000 ഫോൺ നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ ഇവിടുത്തെ റെന്റ് എന്താ? സെയിം 10,000 തന്നെയല്ലേ. റെന്റിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുമോ? റെന്റ് എത്ര യൂണിറ്റ്സ് ഉണ്ടാക്കിയാലും സെയിം ആയിരിക്കും. എന്ത്? റെന്റ് എന്ന് പറയുന്ന കോസ്റ്റ്, അത് ഫിക്സഡ് കോസ്റ്റ് ആണ്. നിങ്ങൾ 1000 യൂണിറ്റ് ഉണ്ടാക്കട്ടെ, ഇനി നിങ്ങൾ ഒന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ പോലും ആ 10,000 രൂപ എന്ത് കൊടുക്കണം? റെന്റ് ആയിട്ട് കൊടുക്കണം. ഇത് നിങ്ങൾക്ക് ഫിക്സഡ് ആയിട്ട് ഒരു കോസ്റ്റ് ആണ്, ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. അതിൽ ചേഞ്ചസ് വരില്ല. എന്നാൽ വേരിയബിൾ കോസ്റ്റിന്റെ കേസിൽ എന്താണ്? ചേഞ്ചസ് വരും. കാരണം എന്താണ്? അത് ഓരോ യൂണിറ്റ്സിനനുസരിച്ച് ചേഞ്ച് ആവും. അത് ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞു, ഇനി പറയേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, അപ്പൊ എക്സാമ്പിളൊക്കെ മായ്ച്ചളയാം. ഫിക്സഡ് കോസ്റ്റ് കുറച്ച്, നമുക്കപ്പോൾ എന്ത് കിട്ടും? പ്രോഫിറ്റ് കിട്ടോ? ഇല്ല, പ്രോഫിറ്റിലല്ല കിട്ടുന്നത്. EBIT കിട്ടും. EBIT എന്ന് പറഞ്ഞാൽ ഏണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. ഇൻട്രസ്റ്റും ടാക്സും കുറക്കുന്നതിന് മുമ്പുള്ള ഏണിങ്സ് ആണ് എന്ത്? EBIT എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോക്കുക.
എടാ, നിങ്ങൾ ഒരു കോമൺ മാൻ ആണ്. നിങ്ങൾ ഒരു പ്രൊഫഷണൽ സ്റ്റുഡന്റ് അല്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ കൊമേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ല. നിങ്ങളൊരു ചായക്കടക്കാരനാണ് എന്ന് വിചാരിക്കുക. ഓക്കെ, ഓക്കെ. നിങ്ങൾ എന്താ ഒരു ചായക്കടക്കാരനാണ് നിങ്ങൾ. നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഒരു കപ്പ് ചായ നിങ്ങൾ വിൽക്കുന്നത് 10 രൂപക്കാണ് വിൽക്കുന്നത്. ഇതിൽ എത്രയാണ് ലാഭം എന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്താ? ഇതിൽ പാലിന് വേണ്ടിയിട്ട് ഒരു 3 രൂപ ഒരു ഗ്ലാസ് പാലിന് വേണ്ടി ചെലവാകുന്നുണ്ട്. 1 രൂപ പഞ്ചസാരക്ക് വേണ്ടി ചെലവാകുന്നുണ്ട്. 1 രൂപ എന്താ ചായപ്പൊടിക്ക് വേണ്ടി ചെലവാകുന്നുണ്ട്. ഒരു 2 രൂപ എന്താ ഗ്യാസിന് വേണ്ടി ചെലവാകുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുക. അപ്പൊ ടോട്ടൽ എത്ര? 7 അല്ലെ? 3 1 1 അപ്പൊ എത്രയായി? 5ആയി. 2 7. അപ്പോൾ 10ൽ നിന്ന് 7 കുറച്ച എന്താ? 3 പ്രോഫിറ്റ് ആണ് എന്ന് കൂട്ടും. എടാ, ഇതിൽ ഒരു പ്രശ്നം എന്താ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്? നിങ്ങൾ കുറച്ച് എന്തൊക്കെയാ 3 എന്താ? 3 നിങ്ങൾ കുറച്ചത് ഓക്കെ. ഷുഗർ 3 രൂപ എന്ന് പറഞ്ഞ് കുറച്ചു. പഞ്ചസാര 1 എന്ന് പറഞ്ഞ് കുറച്ചു. തേയില 1 എന്ന് പറഞ്ഞ് കുറച്ചു. എന്താ ഗ്യാസ് 2 രൂപ എന്ന് കുറച്ചു. ഇതൊക്കെ എന്താ വേരിയബിൾ കോസ്റ്റ് അല്ലേ? ഷുഗർ നിങ്ങൾ ഓരോ ചായ ഉണ്ടാക്കുമ്പോൾ ഷുഗർ വീണ്ടും വീണ്ടും ഇട്ടുകൊണ്ടിരിക്കണം. അതുപോലെ എന്താ പിന്നെന്താ തേയിലപ്പൊടിയും അതുപോലെ തന്നെ അല്ലേ ഓരോ കപ്പ് ഓഫ് ടീ ഉണ്ടാക്കുമ്പോഴും ഇട്ടുകൊണ്ട് തന്നെ ഇരിക്കണം. ഗ്യാസ് എന്താ ഓരോ വട്ടവും നിങ്ങൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് എന്താ ഗ്യാസ് തീരുകയാണ്. അപ്പോൾ ഇതെന്താ നിങ്ങൾ കുറച്ചിട്ടുള്ളൂ? വേരിയബിൾ കോസ്റ്റ് മാത്രമല്ലേ ഇവിടെ കുറച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ വേരിയബിൾ കോസ്റ്റ് മാത്രം കുറച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്നത് എന്താണ്? ആക്ച്വലി കോൺട്രിബ്യൂഷൻ ആണ് കിട്ടുന്നത്. അതല്ലേ ഇവിടെ നമ്മൾ എഴുതിയത്? 10 രൂപയുടെ ചായയാണ് നിങ്ങൾ വിൽക്കുന്നത് എന്ന് കരുതുക. അതിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് ആയിട്ടുള്ള 7 രൂപ കുറച്ചു. അപ്പൊ നിങ്ങൾക്ക് കിട്ടി 3 രൂപയാണ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ നിങ്ങൾ കൺസിഡർ ചെയ്യാത്തൊരു കാര്യമുണ്ട്. റെന്റ് അല്ലെ? ഫിക്സഡ് കോസ്റ്റ് ആയിട്ടുള്ള റെന്റ് ഉണ്ട്. ഈ ചായക്കടക്കാരൻ എന്താ ഒരു ചായക്കട വേണ്ട? ഈ ചായ വിൽക്കാൻ എന്ത് വേണം? ചായക്കട വേണം. ഈ ചായക്കടയിൽ എന്തുണ്ട്? റെന്റ് ഉണ്ട്. നിങ്ങൾ എത്ര ചായ വിറ്റാലും ഇല്ലെങ്കിലും എന്താ മാസം 2000 രൂപ റെന്റ് വരുന്നുണ്ട്. അപ്പോൾ ഒരു ചായയിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു രൂപയെങ്കിലും പിടിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു മാസം 2000 ചായ വിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആ റെന്റ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് ആയിട്ട് 1 രൂപയുടെയും കുറക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? 2 രൂപയാണ് EBIT എന്ന് കിട്ടും. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് ഇത് കുറക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത്. അപ്പൊ നോർമൽ പീപ്പിൾസ് എന്ത് ചെയ്യാറില്ല? റെന്റ് കാര്യങ്ങളൊന്നും നമ്മുടെ പ്രോഫിറ്റിൽ കൺസിഡർ ചെയ്യാറില്ല. ഓക്കെ, അപ്പോൾ സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറച്ചപ്പോൾ കോൺട്രിബ്യൂഷൻ കിട്ടി. അതിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ് കുറച്ചാൽ കിട്ടുന്നതാണ് എന്ത്? ഏണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. ഇനി നമുക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലായി. ഈ ഏണിങ്സ് ഇത് നമുക്ക് എന്താ ഒരു ഏണിങ്സ്, അതായത് നമ്മുടെ പ്രോഫിറ്റ് ആണ്. പക്ഷെ അതിൽ നിന്ന് എന്ത് കുറച്ചിട്ടില്ല? ബിഫോർ ഇൻട്രസ്റ്റും ടാക്സും കുറച്ചിട്ടില്ല. ഇൻട്രസ്റ്റ് അല്ലേ ഞാൻ ആദ്യം എഴുതിയത്. സോ എന്ത് ചെയ്യുക? ഇൻട്രസ്റ്റ് ഇതിൽ നിന്ന് കുറക്കാം. ഇൻട്രസ്റ്റ് ഇതിൽ നിന്ന് കുറച്ചു. EBITയിൽ നിന്ന് ഇൻട്രസ്റ്റ് കുറച്ചില്ലേ? അപ്പോൾ ഇനി എന്ത് വേണ്ട? ഈ ഐ ഇല്ലേ? ഈ ഐ അതിനി വേണോ? അത് ഞാൻ കുറച്ചില്ലേ ഇപ്പോൾ? സോ എനിക്കിനി എന്ത് പറഞ്ഞിട്ട് എഴുതാം? EBT എന്ന് പറഞ്ഞ് എഴുതാം. ഐ വേണ്ടാലോ, ഐ ഞാൻ ഓൾറെഡി കുറച്ചു. അപ്പോൾ ഇപ്പൊ കിട്ടിയത് എന്താ? EB എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പൊ അറിയാം ഏണിങ്സ് ബിഫോർ ആണ് എന്നറിയാം. T എന്താ? ടാക്സ് ആണ്. അപ്പോൾ ഏണിംഗ് ബിഫോർ ടാക്സ് ആണ്, പ്രോഫിറ്റ് ആണ്. പക്ഷെ എന്താ? ടാക്സ് കുറച്ചിട്ടില്ല. അപ്പോൾ ഇനി എന്ത് കുറക്കണം? ഇനി ഇവിടെ T അല്ലേ വരുന്നത്. അപ്പൊ T കുറക്കാം, ടാക്സ് കുറക്കാം. സോ നമുക്കപ്പൊ കിട്ടും എന്ത്? പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്, പാറ്റ് എന്ന് പറയും. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് കിട്ടും. ഓക്കെ, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്, അതാണ് പാറ്റ്. അപ്പോൾ
പാറ്റിനെ നമുക്ക് ഈ പീനെ വരെ നമുക്ക് EAT എന്നും പറയാം, ഏണിങ്സ് ആഫ്റ്റർ ടാക്സ് എന്നും പറയാം, PAT എന്നും പറയാം, രണ്ടും സെയിം ആണ്. സോ നമ്മൾ ഇൻകം സ്റ്റേറ്റ്മെന്റ് ചെയ്തു, സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറച്ചപ്പോൾ കോൺട്രിബ്യൂഷൻ കിട്ടി, ഇതിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ് കുറച്ചപ്പോൾ EBIT കിട്ടി, അതിൽ നിന്ന് ഇൻട്രസ്റ്റ് കുറച്ചപ്പോൾ എന്ത് കിട്ടി? EBT കിട്ടി, ഇതിൽ നിന്ന് ടാക്സ് കുറച്ചപ്പോൾ PAT കിട്ടി, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. ഇനി കഴിഞ്ഞോ? ഇല്ല, കഴിഞ്ഞിട്ടില്ല. ഇത് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്, ടാക്സ് കൊടുത്തതിന് ശേഷമുള്ള പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ പറയുകയാണ്. നിങ്ങൾക്ക് ഇത്രയും ചെയ്യാം. പക്ഷേ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് എന്താ, നമുക്ക് EPS കണ്ടുപിടിക്കണം. നമുക്ക് ഇൻകം സ്റ്റേറ്റ്മെന്റ് രണ്ട് രീതിയിൽ ഉപയോഗിക്കാം. ഒന്ന്, നമുക്ക് പ്രോഫിറ്റ് എത്ര കിട്ടി, അതുപോലെ ഒരു ഷെയറിന് എത്രയാണ് ഏണിങ്സ്, ഇത് കണ്ടുപിടിക്കാൻ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ പാറ്റ് വരെയും കണ്ടുപിടിക്കാൻ ഇത്രയും മതി, അതായത് പ്രോഫിറ്റ് വരെയും കണ്ടുപിടിക്കാൻ ഇത് മതി. പക്ഷേ എത്രയാണ് ഒരു ഷെയറിനുള്ള ഏണിങ്സ് എന്ന് കണ്ടുപിടിക്കാൻ ഇനിയും സ്റ്റെപ്പ് ഉണ്ട്. ഇതിൽ നിന്ന് നമുക്ക് കുറക്കണം എന്ത്? പ്രിഫറൻസ് ഡിവിഡൻഡ്. കാരണം നമുക്കറിയാം രണ്ട് ഷെയർ എന്ന് പറയുന്നത് ഇക്വിറ്റി ഷെയർ ഉണ്ട്, പ്രിഫറൻസ് ഷെയർ ഉണ്ട്. പ്രിഫറൻസ് ഷെയറിന്റെ പേരിൽ തന്നെ ഉണ്ട് എന്താണ്, ആ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഇത്രയും കൂടി പ്രിഫറൻസ് ഉണ്ട്. അപ്പോൾ ഡിവിഡൻഡ് കൊടുക്കുമ്പോൾ ആർക്കാണ് ആദ്യം ഫസ്റ്റ് കൊടുക്കേണ്ടത്? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനാണ്. ആ പ്രിഫറൻസ് ഇല്ലേ, അതൊന്ന് ഓർത്ത് വെച്ചാൽ തന്നെ ഇതൊക്കെ കാണാപാഠം പഠിക്കേണ്ട ഒരാവശ്യമില്ല. പ്രിഫറൻസ് കൂടുതലുള്ളവർക്ക് നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? പ്രോഫിറ്റിൽ നിന്നല്ലേ നമ്മൾ ടാക്സ് കൊടുക്കുന്നത്, സോറി പ്രോഫിറ്റിൽ നിന്നല്ലേ നമ്മൾ ഡിവിഡൻഡ് കൊടുക്കുന്നത്. സോ പ്രോഫിറ്റിൽ നിന്ന് പ്രിഫറൻസ് ഡിവിഡൻഡ് കൊടുത്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? PAESH കിട്ടും. എന്താണിത്? പ്രോഫിറ്റിൽ നിന്ന് ഡിവിഡൻഡ് കുറച്ചു. എന്ത് ഡിവിഡൻഡ്? പ്രിഫറൻസ് ഡിവിഡൻഡ്. ഇപ്പൊ നമുക്ക് P എന്താണെന്ന് നമുക്ക് അറിയാലോ, ഇത്രയും പഠിച്ചത് വെച്ചിട്ട് പ്രോഫിറ്റ് ആണ്. ഓക്കെ, A എന്താ? അവൈലബിൾ ടു T എന്ന് പറഞ്ഞൊന്നും എഴുതിയിട്ടില്ല. ഓക്കെ, ടു. E എന്തായിരിക്കും? ഇക്വിറ്റി ആണ്. ടു ഇക്വിറ്റി. അപ്പൊ S എന്താ? ഷെയർ ആണ്. H എന്താ? ഹോൾഡേഴ്സ്. എടാ, PEESH എന്ന് പറയുന്നത് പ്രോഫിറ്റ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ പ്രോഫിറ്റ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് എഴുതിയാൽ മതി. ഞാൻ ഇനി തുടങ്ങിയുള്ള ക്വസ്റ്റ്യനുകളിൽ ഷോർട്ട് ആക്കാൻ വേണ്ടി PAESH എന്നായിരിക്കും എഴുതാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, പ്രോഫിറ്റിൽ നിന്ന് ആദ്യം പ്രിഫറൻസ് കൂടുതലുള്ള ആ ഷെയർ ഹോൾഡേഴ്സില്ലേ, അവരെയല്ലേ പ്രിഫറൻസ് ഷെയർ എന്ന് പറയുന്നത്, അവർക്ക് ആദ്യം ഡിവിഡൻഡ് കൊടുക്കാം. അപ്പൊ നമുക്ക് കിട്ടും പ്രോഫിറ്റ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അവൈലബിൾ ആയിട്ടുള്ള പ്രോഫിറ്റ് ആണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇതിൽ നിന്ന് നമ്മൾ എന്ത് കൊടുക്കണം? ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് EPS ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ EPS കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർ. എടാ, പ്രോഫിറ്റ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ എത്രയാണ് അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്രോഫിറ്റ് എന്ന് മനസ്സിലായി. അപ്പൊ നമ്മുടെ കമ്പനിയിൽ എന്താ, ഒരു ഷെയർ ഹോൾഡർ ആണോ ഉള്ളത്? ഇല്ല, ഒരുപാട് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവില്ലേ. അപ്പൊ എത്ര നമ്പർ ഓഫ് ഷെയർ ആണോ ഉള്ളത് അത് വെച്ചിട്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? EPS കിട്ടും. അതായത് ഫുൾ ഫോം ഏണിങ്സ് പെർ ഷെയർ. ഓക്കെ, ഇതാണ് നമ്മുടെ ഇൻകം സ്റ്റേറ്റ്മെന്റിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്ക് ഇത്തിരി എമൗണ്ട് ഇതിൽ കൊടുത്തു നോക്കാം. ഓക്കെ, പാറ്റ് തുടങ്ങി നമുക്ക് എഴുതാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പാറ്റ് എന്ന് പറയുന്നത് 1,50,000 ആണ് എന്ന് കരുതുക. 1,50,000 ആണ്. പ്രിഫറൻസ് ഡിവിഡൻഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? 50,000 കൊടുക്കുന്നുണ്ട്. അപ്പൊ ബാക്കി എത്രയാ? 1,00,000 വരും. ആ 1,00,000 എത്രയാ? പ്രോഫിറ്റ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അവൈലബിൾ ആയിട്ടുള്ള പ്രോഫിറ്റ് ആണ് 1,00,000 എന്ന് കരുതുക. നമ്മുടെ കമ്പനിയിൽ എന്താ, എത്ര ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്? 10,000 ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആണുള്ളത്. 10,000 10K എന്ന് എഴുതുന്നു. അറിയാലോ, 10K എന്ന് പറഞ്ഞാൽ എന്താ? 10,000. അപ്പോൾ 1,00,000 മൊത്തം എന്താണ്? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അവൈലബിൾ ആയിട്ടുള്ള പ്രോഫിറ്റ് ആണ്. 10,000 ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആണ് കമ്പനിയിലുള്ളത്. അപ്പൊ 1,00,000 ഡിവൈഡഡ് ബൈ 10,000 ചെയ്തതിന് എന്ത് കിട്ടും? 10 രൂപയാണ് ഒരു ഷെയർ ഹോൾഡറിന് കിട്ടുന്ന ഏണിങ്സ് എന്ന് പറയുന്നത്. അപ്പൊ നോക്കാം, ഒരാൾക്ക് എത്രയാ? ഒരാൾക്ക് 10 രൂപ കിട്ടും. ഒരാൾക്ക് എത്ര കിട്ടും? 10 രൂപ കിട്ടും. ടോട്ടൽ എത്ര ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്? 10,000 ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്.
അത് 10,000 ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്. ഒരാൾക്ക് 10 രൂപ വെച്ചാവുമ്പോൾ എത്രയായി? 1,00,000 ആയില്ലേ? അപ്പൊ കറക്റ്റ് അല്ലേ? 1,00,000 രൂപ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്. ഓരോ വ്യക്തിക്കും 10 രൂപ വെച്ച് കൊടുക്കുമ്പോൾ 10,000 ഷെയർ ഹോൾഡേഴ്സിനും കൂടി 10 രൂപ വെച്ചിട്ട് 1,00,000 കിട്ടുന്നുണ്ട്. ഓക്കെ, സിമ്പിൾ അല്ലേ? അപ്പോൾ ഇത് എഴുതിയെടുക്കുക. ഇത് കാണാപ്പാഠം പഠിക്കുക. കാണാപ്പാഠം പഠിക്കേണ്ട ആവശ്യമില്ല. സിമ്പിൾ ആയിട്ട് തന്നെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ച് പഠിച്ചു നോക്കുക. ഓക്കെ, എഴുതിയെടുക്കുക, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഓക്കെ, ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ നോക്കാം. ABC ലിമിറ്റഡ് ഈസ് പ്ലാനിങ് ടു പർച്ചേസ് മിഷനറി. ABC ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി എന്താണ്? ഒരു മിഷനറി പർച്ചേസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. വിത്ത് എ ഡിപ്രിസിയബിൾ ബേസ് ഓഫ് 1 lakh. 1 lakh റുപ്പീസിന്റെ മിഷനറിയാണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്. അതിന്റെ എക്കണോമിക് ലൈഫ് എന്ന് പറയുന്നത് 4 years ആണ്. ഇതിൽ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? EBTD തന്നിട്ടുണ്ട്. കറക്ഷൻ, ഇതില് EBTD തന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താ? ഏണിങ്സ് ആണ് എന്ന് നമുക്കറിയാം. B എന്ന് പറഞ്ഞാൽ ബിഫോർ ആണ്, T എന്ന് പറഞ്ഞാൽ ടാക്സ് ആണ്, D എന്ന് പറഞ്ഞാൽ എന്താ? ഡിപ്രിസിയേഷൻ ആണ്. അതായത് ഏണിംഗ് ബിഫോർ ടാക്സ് ആൻഡ് ഡിപ്രിസിയേഷൻ. ഏണിങ്സ് ആണ്, പക്ഷെ എന്തിനു മുമ്പാണ്? ടാക്സിനും ഡിപ്രിസിയേഷനും മുമ്പാണ്. അതിന്റെ അർത്ഥം എന്താ? ടാക്സും ഡിപ്രിസിയേഷൻ എന്താ? കുറച്ചിട്ടില്ല. അത് കുറക്കാത്ത ഏണിങ്സ് ആണ് തന്നിരിക്കുന്നത്. അതിന് മുമ്പുള്ള ഏണിങ്സ് ആണ് നമുക്ക് തന്നിട്ടുണ്ട്. എന്ത് ഏണിങ്സ് ആണ് തന്നിരിക്കുന്നത്? 4 ഇയറിലെ ഏണിങ്സ് ആയിട്ട് തന്നിട്ടുണ്ട്. കാരണം എന്താ? നമ്മുടെ മിഷന്റെ യൂസ്ഫുൾ ലൈഫ് എന്ന് പറയുന്നത് 4 വർഷമാണ്. അപ്പം 4 വർഷമാണ് ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് യൂസ് ചെയ്ത് നമ്മൾ ഏൺ ചെയ്ത ഏണിങ്സ് ആണ് തന്നിരിക്കുന്നത്. ഇയർ 1 45,000 കിട്ടുന്നുണ്ട്, ഇയർ 2 30,000, ഇയർ 3 25,000, ഇയർ 4 35,000 കിട്ടുന്നുണ്ട്. ഇതിൽ നിന്ന് എന്ത് കുറച്ചിട്ടില്ല? ടാക്സ് കുറച്ചിട്ടില്ല, ഡിപ്രിസിയേഷൻ കുറച്ചിട്ടില്ല. ഇതിലെന്താ? SLM ഡിപ്രിസിയേഷൻ ആണ് ചാർജ്. അതായത് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ആണ്. നമ്മൾ എന്താ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ പഠിച്ചിട്ടുണ്ടാവും. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ഡിപ്രിസിയേഷൻ ആണ് ചാർജ് ചെയ്യുന്നത്. അതുപോലെ എന്താ 20% ആണ് ടാക്സ് റേറ്റ് വരുന്നത്. നമ്മുടെ അടുത്ത് കണ്ടുപിടിക്കാൻ പറയുന്ന ക്യാഷ് ഫ്ലോ ആണ്. അതായത് അതിന്റെ അർത്ഥം എന്താ? നെറ്റ് ആനുവൽ ക്യാഷ് ഫ്ലോ അഥവാ ക്യാഷ് ഇൻഫ്ലോ. കമ്പനിയിലോട്ട് വന്നിരിക്കുന്ന ക്യാഷ് ഇൻഫ്ലോ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നമുക്ക് ഇവിടെ തന്നെ ഇതിന്റെ ആൻസർ ചെയ്യാം. നമുക്ക് എത്ര ഇയർ ഉണ്ട് ഈ ക്വസ്റ്റ്യനിൽ? 4 ഇയർ ആണ് ടോട്ടൽ ഉള്ളത്. ഇയേഴ്സ് എത്ര ഇയേഴ്സ് ഉണ്ടാ? 1 ഫസ്റ്റ് ഇയർ ഉണ്ട്, സെക്കൻഡ് ഇയർ ഉണ്ട്, തേർഡ് ഇയർ ഉണ്ട്, ഫോർത്ത് ഇയർ ഉണ്ട്. ഈ 4 ഇയർ ആണ് എന്ത്? മിഷനറിയുടെ യൂസ്ഫുൾ ലൈഫ്. ഈ മിഷനറിയുടെ യൂസ്ഫുൾ ലൈഫ് വെച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നമുക്ക് ഇതിൽ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ഏണിംഗ് ബിഫോർ ടാക്സ് ആൻഡ് ഡിപ്രിസിയേഷൻ. ഏണിങ്സ് തന്നിട്ടുണ്ട്, പക്ഷെ അതിൽ നിന്ന് എന്ത് കുറച്ചിട്ടില്ല? ടാക്സും കുറച്ചിട്ടില്ല, ഡിപ്രിസിയേഷൻ കുറച്ചിട്ടില്ല. ഇയർ 1 നമ്മൾ ഉണ്ടാക്കുന്ന ഏണിങ്സ് എന്ന് പറയുന്നത് 45,000 ആണ്. ഇയർ 2 30,000 ഉണ്ടാക്കുന്നുണ്ട്. ഇയർ 3 25,000 ഉണ്ടാക്കുന്നുണ്ട്. ഇയർ 4 35,000 ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, നമുക്കറിയാം. എടാ, ഈ ക്വസ്റ്റ്യനില് സാധാരണ ഞാൻ ഒരു നേരത്തെ ഇൻകം സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു ഫസ്റ്റ് ലെറ്റർ വേണം കുറക്കാനെന്ന്. പക്ഷെ ഇതില് അങ്ങനെ പഠിച്ചവർക്ക് ഒരു പണി തരാൻ വേണ്ടിയിട്ടാണ് എന്ത് EBTD എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങൾ അങ്ങനെ പണി കിട്ടേണ്ട ആവശ്യമില്ല. കാരണം എന്താ? നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് എന്ത്? ക്യാഷ് ഇൻഫ്ലോയുടെ സ്റ്റേറ്റ്മെന്റ്. നമുക്ക് വരുന്ന ക്യാഷ് ഇൻഫ്ലോയുടെ സ്റ്റേറ്റ്മെന്റ് ഇന്നലത്തെ വീഡിയോയിൽ പഠിച്ചിരുന്നു, അല്ലെങ്കിൽ ഇതിന്റെ മുമ്പത്തെ വീഡിയോയിൽ പഠിച്ചിരിക്കുന്നു. എങ്ങനെയാ? സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറക്കണം, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കുറക്കണം, ഡിപ്രിസിയേഷൻ കുറക്കണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? PBT കിട്ടും, പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കിട്ടും. അതിൽ നിന്ന് വേണം എന്ത്? ടാക്സ് കുറക്കാൻ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കിട്ടും. നേരത്തെ കുറച്ച് ഡിപ്രിസിയേഷൻ എന്ത് ചെയ്യണം? ആഡ് ബാക്ക് ചെയ്യണം. റീസൺ ഓൾറെഡി പറഞ്ഞു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് ആനുവൽ ക്യാഷ് ഇൻഫ്ലോ കിട്ടും, അല്ലെ? അഥവാ ക്യാഷ് ഫ്ലോ ആഫ്റ്റർ ടാക്സ് കിട്ടും. സോ ഡിപ്രിസിയേഷൻ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ ആദ്യം ഡിഡക്ട് ചെയ്യണം, അല്ലെ? നമ്മൾ എന്ത് ചെയ്യും? സെയിൽസിൽ നിന്ന് ഡിപ്രിസിയേഷൻ കുറക്കും. അതായത് ഈ ഏണിങ്സും സെയിൽസ് എന്നൊക്കെ പറയുന്നത് സെയിം മീനിങ് ആണ് വരുന്നത്. ഓക്കെ,
അപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം ഡിപ്രിസിയേഷൻ കുറക്കണം. DEP എന്ന് കൊടുക്കുന്നുള്ളൂ. എന്നാലല്ലേ നമുക്ക് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കിട്ടുള്ളൂ. അതിൽ നിന്ന് വേണം എന്ത് കുറക്കാൻ, ടാക്സ് കുറക്കാൻ. സോ ഡിപ്രിസിയേഷൻ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ ഒരു വർക്കിംഗ് നോട്ട് എഴുതാം. വർക്കിംഗ് നോട്ട് നമ്പർ 1 ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞ വർക്കിംഗ് നോട്ട് അടിയിൽ കൊണ്ടേ കൊടുക്കണം. ഞാനിവിടെ സൈഡിൽ എഴുതുന്നു. ഓക്കെ, എങ്ങനെ കിട്ടും? ഡിപ്രിസിയേഷൻ നമുക്കറിയാം, എങ്ങനെ കണ്ടുപിടിക്കാം? ഒറിജിനൽ കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ എസ്റ്റിമേറ്റഡ് ലൈഫ് അല്ലേ നമ്മുടെ ഫോർമുല. എന്താണ്? ഒറിജിനൽ കോസ്റ്റ് മൈനസ് ഒറിജിനൽ കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഓർ സാൽവേജ് വാല്യൂ ഡിവൈഡഡ് ബൈ എസ്റ്റിമേറ്റഡ് ലൈഫ്. ഇവിടെ ഒറിജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് 1,00,000 മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഇവിടെ ഉണ്ടോ? ഇല്ല, 0 ആണ്. ഡിവൈഡഡ് ബൈ എസ്റ്റിമേറ്റഡ് ലൈഫ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എത്രയാ? 4 ആണ്. അതായത് 1,00,000 ഡിവൈഡഡ് ബൈ 4 ആണ്. എത്ര കിട്ടും? 25,000 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഡിപ്രിസിയേഷൻ ഓൾറെഡി കിട്ടി. ഇതിൽ നിന്ന് എന്താ കുറക്കാം? ഇത് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ആയതുകൊണ്ട് എല്ലാ വർഷവും സെയിം ഡിപ്രിസിയേഷൻ ആണ് വരിക. അത് നമ്മൾ എഴുതി. അപ്പോൾ ഏണിംഗ് ബിഫോർ ടാക്സ് ആൻഡ് ഡിപ്രിസിയേഷനിൽ നിന്ന് ഡിപ്രിസിയേഷൻ, അതായത് ഏണിങ്സിൽ നിന്ന് ഡിപ്രിസിയേഷൻ കുറച്ച്, അതായത് എന്താ, സെയിൽസിൽ നിന്ന് ഡിപ്രിസിയേഷൻ കുറച്ചു. അപ്പൊ നമുക്ക് എന്ത് കിട്ടണം? പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കിട്ടണം. പ്രോഫിറ്റ് ബിഫോർ ടാക്സും EBTയും സെയിം ആണ്. ഞാൻ പറഞ്ഞു, ഒന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഏണിങ്സ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് യൂസ് ചെയ്യാം, പ്രോഫിറ്റ് യൂസ് ചെയ്യാം. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ ഞാൻ എന്ത് ചെയ്യുന്നു? പ്രോഫിറ്റ് ബിഫോർ ടാക്സ് യൂസ് ചെയ്യുന്നു. അപ്പോൾ 45,000 നിന്ന് 25,000 കുറച്ച് കഴിഞ്ഞാൽ 20,000 കിട്ടും. 30,000 നിന്ന് 20,000 കുറച്ച് കഴിഞ്ഞാൽ 5,000 കിട്ടും. 25,000 0 കിട്ടും. 35,000 നിന്ന് 25,000 കുറച്ച് കഴിഞ്ഞാൽ 10,000 കിട്ടും. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആണ്, പ്രോഫിറ്റ് ആണ്, പക്ഷെ എന്താ, ബിഫോർ ടാക്സ് ആ. ടാക്സിന് എന്ത് ചെയ്യണം? കുറക്കണം. അപ്പോൾ ടാക്സ് കുറക്കാം. ടാക്സ് നമുക്ക് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് എത്ര ശതമാനമാണ്? 20% 20%. അപ്പോൾ 20,000ന്റെ 20% എത്രയാണ്? 20,000ന്റെ 10% എത്രയാണ്? 2,000. അപ്പൊ 10% 2,000 ആണെങ്കിൽ 20% എത്രയാ? 4,000 അല്ലേ? ഇങ്ങനെ അങ്ങോട്ട് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. 5,000ന്റെ 10% 500 അല്ലേ? അപ്പൊ 20% എത്രയാണ്? 1,000. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതാക്കാം. ഇനി 0 ആണെങ്കിൽ എന്താ, അടിയിൽ 0 തന്നെയല്ലേ വരുള്ളൂ. അപ്പൊ ഇനി 10,000. എടാ, കാരണം എന്താണെന്ന് മനസ്സിലായോ? ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വച്ചുകൊണ്ടിരിക്കണ്ട. അതായത് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എന്ന് പറയുന്നത് 0 ആണ്. എടാ, പ്രോഫിറ്റ് ഇല്ല, പിന്നെ ടാക്സ് എന്തിനാ? പ്രോഫിറ്റിന്റെ മേളിലാണ് ടാക്സ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി 10,000ന്റെ 20% എത്ര? 2,000 ആണ്. ഇത് ചെയ്ത് കഴിയുമ്പോൾ പ്രോഫിറ്റ് ബിഫോർ ടാക്സിൽ നിന്ന് ടാക്സ് കുറച്ചില്ലേ? അപ്പൊ നമുക്ക് ഇനി എന്ത് കിട്ടും? പ്രോഫിറ്റ് കിട്ടും. ആഫ്റ്റർ ടാക്സ്, ടാക്സ് കുറച്ചതിന് ശേഷം ആഫ്റ്റർ ടാക്സ് എന്ന് പറഞ്ഞാൽ 20,000 നിന്ന് 4,000 കുറച്ച് കഴിഞ്ഞാൽ 16,000 കിട്ടും. 5,000 നിന്ന് 1,000 കുറച്ച് കഴിഞ്ഞാൽ 4,000 കിട്ടും. ഇവിടെ എന്താ, 0 തന്നെ കിട്ടും. 10,000 നിന്ന് 2,000 കുറച്ച് കഴിഞ്ഞാൽ 8,000 കിട്ടും. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കിട്ടി. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നമുക്കറിയാം, ഫോർമാറ്റ് പ്രകാരം എന്താ, ഡിപ്രിസിയേഷൻ ആഡ് ബാക്ക് ചെയ്യണം. കാരണം എന്താ, ടാക്സ് ലയബിലിറ്റി കുറക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഓൾറെഡി പറഞ്ഞു, അത് കണ്ടാൽ മതി, മനസ്സിലാവും. അപ്പോൾ ഓൾറെഡി നമുക്ക് കുറച്ച ഡിപ്രിസിയേഷൻ എത്രയാ? 25,000 അല്ലായിരുന്ന? ഇതെന്ത് ചെയ്യാ, തിരിച്ച് ഇവിടെ പേസ്റ്റ് ചെയ്യാം. 25,000 ആവുന്നത്. ഇത് നമ്മൾ എന്ത് ചെയ്യണം? ലെസ് ആണോ ചെയ്യേണ്ടത്? അല്ല, ആഡ് അല്ലേ ചെയ്യേണ്ടത്? ഓക്കെ, ആഡ് ചെയ്ത് കൊടുക്കാം. 25,000 ആഡ് ചെയ്യാം. കുറച്ചത് നേരത്തെ കുറച്ച് 25,000 ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പ്രോഫിറ്റ് ഇല്ലാത്ത ആ ഭാഗത്ത് എന്തോന്നു, ഡിപ്രിസിയേഷൻ വന്നു. അത് തിരിച്ച് ആഡ് ചെയ്യണം. 25,000. ഇനി 4,000 25,000 എത്ര വരും? 29,000 വരും. 41,000 വരും. ഇപ്പൊ എന്ത് കിട്ടി? നമ്മുടെ ഫോർമാറ്റിലാണ് ഞാൻ അപ്ലൈ ചെയ്തത്. ഫോർമാറ്റ് പഠിച്ചവർക്ക് മനസ്സിലായിട്ടുണ്ടാവും, എഴുതിയവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഈ രീതിയിൽ നമുക്ക് ഉത്തരം കിട്ടും. ഓക്കെ, എല്ലാവരും എഴുതിയെടുക്കുക, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്യുക.